നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറത്ത് നിന്നും കോട്ടയത്ത് നിന്നും വരുന്ന രണ്ട് വാർത്തകൾ, അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് ഭൂചലനമെന്ന് സംശയം. കോട്ടയ്ക്കൽ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രി 11:15 അസാധാരണ മുഴക്കം അനുഭവപ്പെട്ടുവെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. ആമപ്പാറ, കൈപ്പള്ളിക്കുണ്ട്, കോട്ടപ്പടി, പാലത്തറ, പുതുപ്പറമ്പ്, പൊട്ടിപ്പാറ, കൊളത്തുപറമ്പ്, എടരിക്കോട്, കാക്കത്തടം, ചീനംപുത്തൂർ, അരിച്ചോൾ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാരടക്കമുള്ളവർ സംശയം പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ചിലയിടങ്ങളിൽ 2 തവണ വലിയ മുഴക്കം കേട്ടുവെന്നാണ് ആളുകൾ വ്യക്തമാക്കുന്നത്. ഭൂചലനമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഭൂചലനമാണെന്ന് സ്ഥിരീകരണമില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഭൂമി കുലുങ്ങി. രാത്രി ഒരു 11:15, 11:20 അടുപ്പിച്ചാണ് ഇത്തരത്തിൽ വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത് എന്നാണ് നാട്ടുകാരടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. കോട്ടയ്ക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലും കുലുക്കം അനുഭവപ്പെട്ടു. എന്തായാലും ഭൂമി കുലുക്കം ആണെന്ന് പറയാനാകില്ല എന്നും തീവ്രത കുറഞ്ഞ പ്രകമ്പനം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് അധികൃതരുടെ നിഗമനം. എന്തായാലും കൂടുതൽ അന്വേഷണമൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. വിദഗ്ധരടക്കമുള്ളവർ എത്തി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ആളുകൾ ഭൂമി കുലുങ്ങി എന്നതടക്കമുള്ള പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള ഈ സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. എന്തായാലും നാട്ടുകാർക്ക് അത് വലിയൊരു കുലുക്കമായിട്ട് തന്നെ അനുഭവപ്പെടുകയുണ്ടായി. ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോവാം. കോട്ടയത്ത് ആശുപത്രിയിലെ കെട്ടിടത്തിന്റെ തറയിൽ പാകിയിരിക്കുന്ന ടൈലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. രോഗികളെ ഇത് വലിയ രീതിയിലാണ് പരിഭ്രാന്തിയിലാഴ്ത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ OP വിഭാഗത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന 18ാം വാർഡായ ENT വിഭാഗത്തിലെ കെട്ടിടത്തിന്റെ തറയിലാണ് ഇത്തരത്തിൽ ടൈലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. രാത്രി 10:30 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 20ഓളം രോഗികളും ഇവരുടെ കൂട്ടിരിപ്പുകാരും വാർഡിലുണ്ടായിരുന്നു. ആ സമയമാണ് ഇത്തരത്തിൽ ടൈലുകൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശബ്ദം കേട്ട് പരിഭ്രാന്തരായ രോഗികളും കൂട്ടിരിപ്പുകാരും പുറത്തേക്ക് ഓടുന്ന സാഹചര്യമുണ്ടായി. വിവരമറിഞ്ഞെത്തിയ സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ OP വിഭാഗത്തിലെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. കെട്ടിടത്തിന് തകരാറില്ല എന്ന് പ്രാഥമിക നിഗമനം. ഇവർ സ്ഥലത്തെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ വിശദമായ പരിശോധനകളടക്കം നടക്കുന്നുണ്ട്. 18ാം വാർഡിലെ രോഗികളെ പിന്നീട് പുതിയ കാഷ്വാലിറ്റി കെട്ടിടത്തിലെ 4ാം നിലയിലെ വാർഡുകളിലേക്ക് മാറ്റുകയും ചെയ്തു. 18ാം വാർഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് ഇവിടുത്തെ രോഗികളെ ഉടൻ തന്നെ മാറ്റുക എന്ന തീരുമാനത്തിലായിരുന്നു. ഇവിടെ 1975 കാലഘട്ടത്തിൽ നിർമ്മിച്ച 3 കെട്ടിടങ്ങളൊന്നാണ് OP ബ്ലോക്ക്. മാത്രമല്ല, ഇതിനോടൊപ്പം നിർമ്മിച്ചിരുന്ന സർജിക്കൽ ബ്ലോക്ക്, അവിടെ കെട്ടിടം ഇടിഞ്ഞാണ് കഴിഞ്ഞ ജൂലൈ 3 ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും RMO ഡോക്ടർ സാം ക്രിസ്റ്റി മാമൻ രാത്രി സ്ഥലത്തെത്തി. മാത്രമല്ല, ഈ ടൈലുകൾ പൊട്ടിയിടത്ത് നിന്ന് രോഗികളെ മാറ്റുക എന്നൊരു മാറ്റുന്ന സാഹചര്യമുണ്ടായി. 18ാം വാർഡ് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.